അടുത്തൊരു സംശയം ഇതായിരുന്നു, KCET എക്സാംസ് നിർബന്ധമാണോ കർണാടകയിൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ടോപ്പ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളായിട്ടുള്ള സെൻറ്റ് ജോൺസ്, ഫാദർ മുള്ളേഴ്സ് അങ്ങനെയുള്ള ടോപ്പ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്രമാണ് KCET വഴി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരിക. KCET വഴി നമ്മൾ അഡ്മിഷൻസ് നേടുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഫീസിന് വലിയ കുറവില്ല, പക്ഷേ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻസ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ഉണ്ടാവുക. ഉദാഹരണമായിട്ട് KCET വഴി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തും നമുക്ക് KE നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 1,40,000 രൂപ ട്യൂഷൻ ഫീസ് ഇനത്തിൽ മാത്രമാണ് അവിടെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 1,40,000 രൂപ ട്യൂഷൻ ഫീസും ബാക്കി ഫുഡ് അക്കോമഡേഷൻ എല്ലാം ചേർത്ത് 1,00,000 രൂപ വന്നു കഴിഞ്ഞാൽ പോലും ഏകദേശം 2.5 ലക്ഷം രൂപയുടെ അടുത്തോളം ഫീസ് ഓരോ വർഷവും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 10 ലക്ഷം രൂപ ഫീസ് ആ ഒരു ഇനത്തിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. ചില കോളേജുകളിൽ ഒരുപക്ഷെങ്കിൽ ബുക്സ്, യൂണിഫോം, ട്രാൻസ്പോർട്ടേഷൻ, ക്ലിനിക്കൽ ഫീസ് എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രാ ഫീസുകളും എല്ലാ വർഷവും മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം 10 ലക്ഷം മുതൽ 11 ലക്ഷം രൂപ വരെയാണ് KCET വഴി നമ്മൾ അഡ്മിഷൻസ് ടോപ്പ് കോളേജുകളിലേക്ക് എടുത്താലും നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അഫോർഡബിലിറ്റി നോക്കി ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുക. അപ്പോൾ +2 കഴിഞ്ഞ ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ പല പേരൻസും കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, ഏജൻറ്റുമാരുടെ ഒക്കെ നിരവധിയായിട്ടുള്ള കോളുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ പറഞ്ഞത് ഒരു ദിവസം തന്നെ 30-40 കോൾസാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജൻറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരായിക്കോട്ടെ, വ്യക്തമായിട്ട് കോളേജുകളെ കുറിച്ച് മനസ്സിലാക്കാതെ നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകരുത്. നമ്മൾ പ്രത്യേകിച്ച് ബാംഗ്ലൂർ ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ള പല കോളേജുകളിലും ഗ്രൂപ്പായിട്ട് യാതൊരു ഫെസിലിറ്റീസും ഇല്ലാതെ പോകുന്ന കോളേജുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ KCET വഴി അപ്രോച്ച് ചെയ്തില്ലെങ്കിലും നിങ്ങൾ കോളേജുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി അങ്ങനെ അഡ്മിഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാസ് അഡ്മിഷൻ സെല്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡയറക്റ്റ് ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അങ്ങനെ ഫീസ് അളവിൽ തന്നെ നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻസ് നേടാനും പോസിബിലിറ്റീസ് ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ KCET വഴി അപ്രോച്ച് ചെയ്യുന്ന കുട്ടികളാണെന്നെങ്കിൽ വ്യക്തമായിട്ട് നല്ല കോളേജുകളിലേക്ക് മാത്രം അപ്രോച്ച് ചെയ്യുക. നമ്മൾ KCET ഗൈഡൻസ് ബാച്ച് ഫംഗ്ഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻസ് നേടാനുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഹെൽപ്പും സപ്പോർട്ടും നമ്മൾ നൽകുന്നതുമാണ്. അതുപോലെ മറ്റൊരു സംശയം ചോദിച്ചത് ഇതായിരുന്നു, എഡ്യൂക്കേഷൻ ലോണിന് നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ കേരളത്തിൽ നമുക്ക് ഫീ ഇൻസ്റ്റാൾമെൻറ്റ് പോസിബിലിറ്റീസ് എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ളത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിൽ അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഫസ്റ്റ് ഇയറിലെ ഫീസെല്ലാം നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മിക്കവാറും കോളേജുകളിലൊക്കെ തന്നെ എഡ്യൂക്കേഷൻ ലോണിനുള്ള ഡോക്യുമെൻറ്റുകൾ കാര്യങ്ങൾ നൽകുക. ഇതുകൂടാതെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റീസ് യാതൊരു കോളേജുകളിലും പെർമിറ്റ് ചെയ്യുന്നതുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയറിലേക്ക്, നിങ്ങൾ കേരളത്തിലേക്ക് ജോയിൻ ചെയ്യാനുള്ള കുട്ടികളാണെങ്കിലും അത്യാവശ്യം മാർക്കുള്ള കുട്ടികളാണെങ്കിലും ഫസ്റ്റ് ഇയറിലേക്ക് വരുന്ന ഫീസുകൾ കാര്യങ്ങൾ നിങ്ങൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ചെയ്യേണ്ടത്. ഏകദേശം ജൂലൈ ഓഗസ്റ്റ് മാസത്തോടുകൂടി തന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ തുടങ്ങുന്നതാണ്. ആ ഒരു സമയത്ത് നമ്മൾ പേയ്മെൻറ്റുകൾ കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് മിക്കവാറും വരുന്ന കോളേജുകളിലൊക്കെ തന്നെ ഈ പറയുന്ന ഫീ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള അടയ്ക്കാനുള്ള പോസിബിലിറ്റീസ് കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ചില കോളേജുകളൊക്കെ ആണെങ്കിൽ സെമസ്റ്റർ വൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും 6 മാസം കൂടുമ്പോൾ ഫീസ് അടയ്ക്കാനുള്ള ഫെസിലിറ്റീസ് നൽകാറുണ്ട്. ചില കോളേജുകളൊക്കെ ആണെങ്കിലും ചെറിയ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞതിന് ശേഷം അടയ്ക്കാനുള്ള പോസിബിലിറ്റീസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് പെട്ടെന്ന് തന്നെ റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ കേരളത്തിലേക്കുള്ള പുറത്തേക്കുള്ള നല്ല കോളേജുകളും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോഴും, പ്രത്യേകിച്ച് കേരളത്തിലായാലും കേരളത്തിന് പുറത്തേക്കാണെങ്കിലും, കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ അഡ്മിഷൻസ് എടുക്കരുതെന്നും കൂടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ പല സംശയങ്ങളും കുട്ടികൾ ചോദിക്കാറുണ്ട്, പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സയൻസ് നിർബന്ധമാണോ? ചില കോളേജുകളൊക്കെ കേരളത്തിൽ തന്നെ ഫംഗ്ഷൻ ചെയ്ത ഇല്ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുണ്ട്. അവയിലൊക്കെ തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും ഡിപ്ലോമ, BSc പ്രോഗ്രാംസ് ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കാറുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികളായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ, ട്രാപ്പിലൊക്കെ പെട്ടുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലായാലും കേരളത്തിന് പുറത്തേക്കാണെങ്കിലും BSc പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് നിർബന്ധമാണ്. അപ്പോൾ +2 ബയോളജി സയൻസ് കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഉടായ്പ് സെൻറ്ററിൽ കൂടെ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാലും ഭാവിയിൽ അത് രജിസ്ട്രേഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാതെ അഡ്മിഷൻസ് എടുക്കരുത്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് നിർബന്ധമായിരിക്കും. അതോടൊപ്പം തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ മാത്രം അഡ്മിഷൻസ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് GNM കോഴ്സ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് കോഴ്സ് നിർത്തലാക്കുമോ എന്നുള്ളത്. അങ്ങനെ പല റൂമേഴ്സും കാര്യങ്ങളും എല്ലാ വർഷവും വരാറുണ്ട്. 2020 കോവിഡിന് മുന്നേ ഉള്ള സമയത്ത് ഈ ഒരു കാര്യം ചർച്ചയിലെടുത്തിരുന്നു. അപ്പോൾ ജനറൽ നഴ്സിംഗ് നിർത്തി BSc നഴ്സിംഗ് കോഴ്സ് മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു സിലബസ് റിവിഷൻസ് ഒക്കെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ INC-യുടെ ഭാഗത്തുനിന്നും സിലബസ് റിവിഷൻസ് വരുത്തുകയും കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളെ കൂടെ BSc നഴ്സിംഗിന് വേണ്ടി ഉൾപ്പെടുത്താമെന്നൊക്കെ ഒരു പരിഗണിക്കാനുള്ള ഒരു ഡ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ അവർ പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ അവർക്ക് സയൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് പ്രിലിമിനറി സബ്ജക്റ്റുകളും കൂടെ ഉൾപ്പെടുത്തി ഒരു BSc നഴ്സിംഗ് കോഴ്സിൻ്റെ ഡിസൈനായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ പല ഒബ്ജക്ഷൻസും വന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പ്രൊസീഡ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യകത അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ BSc നഴ്സിംഗിന് ബയോളജി സയൻസ് നിർബന്ധമാണെന്നും ബാക്കിയുള്ള കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ മുന്നോട്ട് നിലനിർത്തണം. കാരണം അത്രയും വർദ്ധിച്ചു വരുന്ന വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യകത മുൻനിർത്തി മാത്രമാണ് ഈ ഒരു കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് വന്ന സമയത്തും അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ നഴ്സുമാർക്ക് പലയിടത്തും ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ജനറൽ നഴ്സിംഗ് കോഴ്സുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനറൽ നഴ്സിംഗ് കോഴ്സുകളായിക്കോട്ടെ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് കോഴ്സുകളായിക്കോട്ടെ ഇതൊന്നും അടുത്തൊന്നും നിർത്തലാക്കിയില്ല എന്നുകൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടി വേണ്ട. ജനറൽ നഴ്സിംഗ് കോഴ്സ് എന്ത് തന്നെയായാലും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് തുടങ്ങിയുള്ള ഗ്രൂപ്പുകളിൽ പഠിച്ചിരിക്കുന്ന കുട്ടികൾക്കും നിങ്ങൾക്ക് നഴ്സിംഗ് കരിയറിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കരിയറിലേക്ക് വരണമെങ്കിൽ ഏറ്റവും മികച്ച ഒരു കോഴ്സാണ് ജനറൽ നഴ്സിംഗ് കോഴ്സ്. അതുപോലെ ഏതാനും ചില കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ ബോണ്ട് സിസ്റ്റം ഉണ്ടോ എന്നുള്ളത്. അതായത് നിർബന്ധിതമായിട്ട് ഒരു വർഷം ജോലി ചെയ്യണമോ എന്നുള്ളത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത് കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്കാണ് BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധിതമായിട്ട് ഒരു വർഷം നമ്മൾ സേവനം അനുഷ്ഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഒരു വർഷം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ലഭിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സാലറി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സിസ്റ്റം തന്നെയാണ്. പക്ഷെ അതൊരു നിർബന്ധിതമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അഡ്മിഷൻ വേളയിൽ നമ്മൾ 200 രൂപയുടെ മുദ്രപത്രത്തിൽ നമ്മളത് അഫിഡവിറ്റ് അല്ലെങ്കിൽ ബോണ്ട് പേപ്പർ സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അഡ്മിഷൻസിന് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ അഡ്മിഷൻസ് നേടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവുകയില്ല. അപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ബോണ്ട് നിർബന്ധമായിട്ടും നൽകേണ്ടതായിട്ടുണ്ട്. 1 ഇയർ നിങ്ങൾ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണമെന്നുള്ളതാണ്. അത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലായിരിക്കും നിങ്ങൾ ആ ഒരു സേവനം അനുഷ്ഠിക്കേണ്ടതായിട്ട് വരിക. അതുപോലെ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്രാൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ആർക്കൊക്കെ ലഭിക്കുമെന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം SC/ST കാറ്റഗറിയിലെ കുട്ടികൾക്കെല്ലാം തന്നെ ഗ്രാൻസ് ലഭിക്കുന്നതാണ്. കൂടാതെ OBH കാറ്റഗറി അതർ ബാക്ക്വേർഡ് ഹിന്ദു OBCയിലുള്ള എല്ലാവർക്കും നമുക്ക് ഗ്രാൻസ് ലഭിക്കുകയില്ല. അവർക്കെല്ലാം തന്നെ ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള കുട്ടികളുടെ ഫീസ് തന്നെയാണ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഉദാഹരണമായിട്ട് മുസ്ലിം, ഇടവ, അങ്ങനെയുള്ള ലാറ്റിൻ കാത്തലിക് അങ്ങനെയുള്ള പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും എത്രയാണോ പ്രൈവറ്റ് കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ എത്രയാണോ ജനറൽ കാറ്റഗറിയിൽ ഒരു കുട്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ആ ഒരു സെയിം ഫീസ് തന്നെയാണ് അവിടെ നൽകേണ്ടതായിട്ട് വരിക. OBC കാറ്റഗറിയിൽ OBH അതർ ബാക്ക്വേർഡ് ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ മാത്രമാണ് അവർക്ക് ഗ്രാൻസ് ലഭിക്കുകയുള്ളൂ. ഇതുകൂടാതെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും ഫിഷറീസിൻ്റെ ഗ്രാൻസ് ലഭിക്കാറുണ്ട്. അപ്പോൾ ഗ്രാൻസ് വഴി നമ്മൾ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് 1000 രൂപ മാത്രമാണ് നൽകേണ്ടതായിട്ട് വരിക. അതായത് 81,000 രൂപ മറ്റുള്ള ജനറൽ കാറ്റഗറി മറ്റുള്ള OBC വിഭാഗത്തിലെ കുട്ടികളെല്ലാം കൊടുക്കുന്ന സമയത്തും ഇവർ ട്യൂഷൻ ഫീസ് ഇനത്തിൽ 1000 രൂപ മാത്രം നൽകിയാൽ മതിയാകും. അങ്ങനെ നല്ല രീതിയിലുള്ള ഫീസ് അളവുകൾ ഗ്രാൻസ് വഴി ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇതൊരു ലെങ്തി വീഡിയോ ആയിരുന്നു. പക്ഷേ കുറേ ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ കാണാം. നന്ദി.